അതിനുശേഷം നമ്മുടെ മാഷിനെയാണ് മാഷ് ഇങ്ങനെ വീടിൻ്റെ മുമ്പത്തേക്ക് സൈക്കിളുമായിട്ട് തള്ളിക്കൊണ്ട് വന്ന് സൈക്കിളൊക്കെ നിർത്തിയിട്ട് ഉള്ളിലേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വേദ ഇങ്ങനെ അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും വേദന ഒന്ന് വിളിക്കണമല്ലോ, അപ്പോൾ വിളിക്കാൻ മടി, എന്നിട്ട് ഇങ്ങനെ ചുമച്ചൊക്കെ ചെറുതായിട്ടൊന്ന് ചുമയ്ക്കുവാണ്. അപ്പോഴത്തേക്കിനും അച്ഛൻ വന്നു എന്നിങ്ങനെ വേദനയ്ക്ക് മനസ്സിലായിട്ട് പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് വേദ ചെല്ലും കേട്ടോ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ നമ്മുടെ അമ്മയും കിച്ചണിൽ നിന്നിട്ട് നോക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാവേ. അന്നേരത്തേക്കിനും മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ ഇങ്ങനെ എടുക്കും കേട്ടോ. എന്നിട്ടത് വേദയുടെ നേർക്ക് നീട്ടുകയാണേ. അപ്പോഴത്തേക്കിനും എന്താ മാഷ ഇതെന്ന് ചോദിച്ചുകൊണ്ട് കനക അങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പോഴത്തേക്കിനും പറയുകയാണ് 5000 രൂപയുണ്ട്, ഇത് വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വേദയുടെ കയ്യിലോട്ട് അച്ഛൻ ആ രൂപ കൊടുക്കാനായിട്ട് ശ്രമിക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ അമ്മ പറയുന്നുണ്ട്, വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് കാശ് മുടക്കിയത് നമ്മുടെ മക്കളാണെന്ന് പറഞ്ഞല്ലോ, അത് അവരാണ് നടത്തിയതെന്ന് പറയുന്നിടത്തോളം കാലം നമ്മളത് വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. ഈ പണം പക്ഷേ കടവാണ്, അത് ഞാൻ തന്നെ വീട്ടണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് വേദയ്ക്കങ്ങ് ഭയങ്കര സങ്കടമാകുന്നുണ്ടോ. കറണ്ട് ബില്ല് കൂട്ടി അടച്ചപ്പോൾ ഞാൻ കടക്കാരനായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊരു പേന തന്നിരുന്നു, മോൾക്ക് ഓർമ്മയില്ലേ? മോളി പൈസ മേടിച്ചിട്ട് ആ പേന എനിക്ക് തിരിച്ചു തരണം. അതിൽ ബാക്കി എന്തെങ്കിലും വരികയാണെങ്കിൽ കമലയെ ഏർപ്പെടുത്തിയാൽ മതി, മടിക്കേണ്ട, വാങ്ങിച്ചോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും വേദ ഇങ്ങനെ മേടിക്കാൻ നിൽക്കുവാണേ. അപ്പോഴത്തേക്കിനും മാഷ് പറയുന്നുണ്ട്, ഈ പണത്തിൻ്റെ കഴിഞ്ഞ് മൂല്യമുണ്ട് ആ പേനയ്ക്കെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ അതന്ന് തന്നത്. പണയം എടുക്കലും പലിശയ്ക്ക് കൊടുപ്പും ഒന്നും എൻ്റെ രീതിയല്ല അച്ഛാ. എന്നിട്ട് പെട്ടെന്ന് സോറി മാഷേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് അന്ന് തന്നെ ആ പേന ഞാൻ അമ്മയെ തിരിച്ചേൽപ്പിച്ചിരുന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, ഇത് കറണ്ട് ബില്ല് അടച്ചത് ശ്രീചി അടുത്തിയോ നന്ദിനി അടുത്തിയോ ആയിരുന്നെങ്കിൽ എന്നെപ്പോലെ അത് പണയം വെക്കുവോ അത് പൈസ തിരിച്ചടയ്ക്കാനോ അച്ഛനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ അച്ഛൻ? ഇല്ലയെന്ന് എനിക്കറിയാം. കാരണം അവരെ മരുമക്കളായിട്ട് അച്ഛൻ അംഗീകരിക്കുന്നുണ്ട്, എന്നെ അംഗീകരിക്കുന്നു ഇല്ല എന്നിങ്ങനെ വേദ സങ്കടത്തോടെ പറയുകയാണ്. ശരിയല്ലേ എന്നിങ്ങനെ വേദ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മാഷ് പറയുകയാണ്, ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓവ്, അന്ന് മാഷ് എന്താണ് വിചാരിച്ചിരുന്നത് എന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. മാഷ് 2 മക്കളെ മകനായിട്ട് അംഗീകരിക്കുന്നുള്ളൂ, മൂന്നാമത്തെ ആളിനെ മക്കളായിട്ട് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വീട്ടിലെ എന്നെയും മാഷ് അന്യ വ്യക്തിയായിട്ട് കാണുന്നത്. അപ്പോഴത്തേക്കിനും മോളെ എന്നിങ്ങനെ അമ്മ വിളിക്കുന്നുണ്ട്. അമ്മ ഒന്നും പറയല്ലേ, ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ട് വന്ന പൈസയ്ക്ക് മേടിച്ചുകൊണ്ട് വന്ന ആ ഡ്രസ്സ് അച്ഛനിങ്ങനെ മാഷിങ്ങനെ വലിച്ചെറിയത്തില്ലായിരുന്നു. വിക്രം അത് എങ്ങനെയാണ് മേടിച്ചത് എന്നുള്ള ഒരു അന്വേഷണം പോലും മാഷിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇല്ല, ഞാൻ ചോദിച്ചില്ല, ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല. അത് അനുഭവം തന്ന പാഠമാണ്. ആദ്യം മുതൽക്ക് തന്നെ അത് അങ്ങനെ ആയിരുന്നില്ലേ? മക്കളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എല്ലാം ഇളയ